ഹലോ, ഇന്ന് നമ്മുടെ സ്വന്തം നാടായ മണ്ണടിയിലെ ചില വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചരിത്ര സ്മാരകത്തിന് മുൻപിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പടപൊരുതിയ ധീരദേശാഭിമാനിയായ വേലുത്തമ്പി ദളവയുടെ പ്രതിമയ്ക്കു മുൻപിൽ. കാലത്തിനതീതമായി സഞ്ചരിക്കുന്നവരാണ് ധീരദേശാഭിമാനികൾ. അവരുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. അവർ പകർന്നു നൽകിയ അറിവുകളും. പത്തനംതിട്ട ജില്ലയിലെ എൻ്റെ സ്വന്തം നാടുകൂടിയായ മണ്ണടിയുടെ മണ്ണിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം ഉള്ളത്. 2010 ഫെബ്രുവരി 14 ഈ മ്യൂസിയം ആരംഭിച്ചത്. വളരെ ചരിത്രപരമായ ശേഷിപ്പുകൾ നിലനിൽക്കുന്ന ഒരു മ്യൂസിയമാണിത്. 2 നിലകളിലായി പ്രവർത്തിക്കുന്ന മ്യൂസിയത്തിൽ ചരിത്രപരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. പഴയകാല ശേഷിപ്പുകൾ, പണ്ടുകാലത്തെ കാർഷിക ഉപകരണങ്ങൾ, അന്നത്തെ പീരങ്കികൾ, വെടിക്കോപ്പുകൾ, വെടിയുണ്ടകൾ, ആയുധങ്ങൾ, വാളുകൾ, നാണയങ്ങൾ എന്നിവയൊക്കെ. വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തിങ്കളാഴ്ച അവധിയായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും സന്ദർശകർക്ക് സന്ദർശിക്കാൻ കഴിയുന്നത്. ദളവയുടെ ഈ ഒറിജിനൽ വാൾ ഇരിക്കുന്നത് തിരുവനന്തപുരം നേപ്പിയൻ മ്യൂസിയത്തിലാണ്. തിരുവിതാംകൂറിൻ്റെ സ്വാതന്ത്ര്യ ചൈതന്യത്തിന് തിരികൊളുത്തിയ മഹാവീരനായിരുന്നു വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അമർഷത്തിനെതിരെ അഗ്നി പോലെ പൊട്ടിത്തെറിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാന നിമിഷം പോലും ദേശസ്നേഹത്തിൻ്റെ ജ്വാലയായി തന്നെ തെളിഞ്ഞു നിന്നു. നമ്മൾ പഠിച്ച പുസ്തകത്തിലെ പാഠങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഓർത്തെടുക്കാൻ സാധിക്കും. ആ വീരപുരുഷനെ മാറിലൊതുക്കി അഭയം കൊടുത്ത മണ്ണടിയും, ആളൊഴിഞ്ഞ ചേന്നമംഗലത്ത് മഠത്തിലെ നിലവറയിലെ ഭഗവതിയും, ഇതെല്ലാം മണ്ണടിക്കാർക്ക് ഇന്നും ഒരു ഓർമ്മകളാണ്. ദേശസ്നേഹത്തിൻ്റെ അഗ്നിജ്വാലയായി എന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന വേലായുധൻ ചെമ്പകരാമൻ തമ്പിക്ക് ശതകോടി പ്രണാമം.